ഈ ഷായും ഷായും തമ്മിൽ തിരിച്ച് അറിയാൻ അത്ര എളുപ്പമില്ലാത്ത, അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞ് വേർതിരിച്ച് ശീലമില്ലാത്ത ജനങ്ങളുണ്ട്. ഇപ്പോൾ ബംഗാളിയിൽ മലയാളികൾ ഷാ എന്ന് പറയുന്ന പല വാക്കുകളിലും ബംഗാളികൾ ഷാ എന്നാണ് ഉച്ചരിക്കുക. മനസ്സിലായില്ലേ? ഇപ്പോൾ ശകുന്തള, ഈ ശകുന്തള എന്നും ശാകുന്തളം എന്നുമൊക്കെ കൽക്കട്ടയിൽ നിന്നുള്ള വരുന്ന പുസ്തകങ്ങളിലൊക്കെ ഇത് ഇംഗ്ലീഷിൽ അതിൻ്റെ സ്പെല്ലിങ് SH എന്നായിരിക്കും, ഷാ. അപ്പോൾ ശാകുന്തളം എന്നൊക്കെയാണ് പറയുക. പിന്നെ നമ്മുടെ പ്രസിദ്ധ ആയിട്ടുള്ള സിനിമാ നടിയുണ്ടല്ലോ ഷീല, ഈ ഷീല തന്നെ വാസ്തവത്തിൽ ബംഗാളിയുടെ ഒരു സ്വാധീനം കൊണ്ട് ആണ് ഷീലയായി തീർന്നത്. അവൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശീല ആയിരുന്നു, നല്ല ശീലം ഉള്ളവൾ. ആ ശീലവുമായിട്ടുള്ള ബന്ധമൊന്നും ആളുകൾക്കിപ്പോൾ മനസ്സിലാവില്ല. ആ രീതിയിൽ ആ നടിയുടെ പേര് തന്നെ ഷീല എന്നായി എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി വേറൊരു തമാശയും കൂടിയുണ്ട്. ബംഗാളി റെജിമെൻറ്റ് എന്ന് പറഞ്ഞ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണകാലമാണ്. അവരുടെ തലസ്ഥാനം തന്നെ കൽക്കട്ടയായിരുന്നു. ഈ കൽക്കട്ടയിലെ വൈസ്രോയി രാവിലെ എണീക്കുമ്പോൾ കേൾക്കുന്നതൊക്കെ ഈ ബ്രിട്ടീഷ് റെജിമെൻറ്റിൻ്റെ പ്രാർത്ഥനയാണ്, അല്ല ബംഗാളി റെജിമെൻറ്റിൻ്റെ പ്രാർത്ഥനയാണ്. ബംഗാളികൾക്ക് അവർ പ്രാർത്ഥിക്കുന്നത് ഇംഗ്ലണ്ടിലെ മഹാറാണിയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർ പറയും, ഓ ലോർഡ് പ്ലീസ് ഷേവ് അവർ ക്വീൻ എന്നേ പറയുള്ളൂ. പ്ലീസ് ഷേവ് അവർ ക്വീൻ എന്ന് പറഞ്ഞാൽ അവരുദ്ദേശിക്കുന്നത് പ്ലീസ് സേവ് അവർ ക്വീൻ എന്നാണ്. ഈ വൈസ്രോയിക്ക് ഇത് കേട്ട് മതിയായി. അദ്ദേഹം പല പ്രാവശ്യം പറഞ്ഞു ഷേവ് എന്നല്ല പറയേണ്ടത്, സേവ് എന്നാണ്. പക്ഷേ പാവപ്പെട്ട ബംഗാളികളുണ്ടോ അത് അന്വക്ഷരം അനുവർത്തിക്കുന്നു. അവർക്ക് കഴിവില്ല, അതുകൊണ്ട് അവർ ഷേവ് എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. ഇങ്ങനെ ഇത് കേട്ട് മടുത്തിട്ട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാർ അവരുടെ തലസ്ഥാനം ദില്ലിയിലേക്ക് മാറ്റി എന്നാണ് കഥ. അപ്പോൾ അത്ര പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി ഹായുടെ കാര്യമാണ്. ഹാ എന്ന് പറയുമ്പോൾ സഹായം, സഹ്യൻ മുതലായിട്ടുള്ള വാക്കുകൾ വരുന്നതാണ്. ഇവിടെ എന്ത് സംഭവിക്കുന്നു? നാവിൻ്റെ ഏറ്റവും പിറകിലത്തെ ഭാഗം, ആ നാവിൻ്റെ പിറകിലത്തെ ഭാഗം അത് പൊങ്ങിയിട്ട് അത് മൃദുതാലുവിനോട് അടുത്ത് ചെന്ന് നിൽക്കുന്നു. തമ്മിലുള്ള വിടവ് വളരെ ചെറുതായിരിക്കും. ഈ വളരെ ചെറിയ ഈ വിടവ് കൂടി വായു പുറത്തേക്ക് തിക്കി ഞെരുങ്ങി പുറത്തേക്ക് വരുമ്പോഴാണ് ഹാ എന്ന് ഉച്ചരിക്കുന്നത്. സഹായം 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 എന്ന്. സുവിശേഷം എന്ന് ഒരു വാക്ക് നിങ്ങൾ ഉച്ചരിച്ച് നോക്കിയാൽ നമ്മൾ ഇത്രയും സമയം ചർച്ച ചെയ്ത ഈ ഫ്രിക്കറ്റീവ്സുകൾ ഒക്കെ പരിചയപ്പെടാൻ സാധിക്കും. സുവിശേഷം, സുവിശേഷത്തിൻ്റെ സഹായം എന്നും കൂടെ പറയാമെങ്കിൽ ഹായും കൂടി അതിൽ വന്നു. പിന്നെ ഇനി നമുക്ക് ഇവയെയൊക്കെ ഘർഷസ്വനങ്ങളെന്നാണ് സ്വനവിജ്ഞാനികൾ പറയുക. ഘർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രിക്ഷനാണ് ഈ ഘർഷസ്വനങ്ങൾ. പക്ഷെ മലയാളത്തിൽ സംസ്കൃതത്തിൽ നിന്ന് വന്നതാണ് ഈ സ്വനങ്ങളെല്ലാം. ഏറ്റവും പഴയ മലയാള കൃതികളിൽ ഈ സ്വനങ്ങൾ കാണില്ല. രാമചരിതം മുതലായിട്ടുള്ള കൃതികളിൽ അവയ്ക്ക് ഇപ്പോൾ ഷാ എന്നുള്ളതിൻ്റെ പകരം ച എന്നായിരിക്കും. നിശാചരൻ എന്നുള്ളതിന് നിശാചരൻ എന്നായിരിക്കും വാക്ക്. അത് പോട്ടെ, നമ്മൾ മലയാളത്തിൻ്റെ ഭാഷയുടെ ചരിത്രമല്ല ഇപ്പോൾ പഠിക്കുന്നത്. ഇനി എനിക്ക് ഫ എന്ന ഒരു
ഫ്രിക്കറ്റീവിനെ പറ്റി കൂടി പറയേണ്ടതുണ്ട്. ഫ എന്ന ഫ്രിക്കറ്റീവ് ഇപ്പോൾ മലയാളത്തിലേക്ക് കടന്നു വന്നത് വിദേശ ഭാഷകളിൽ നിന്നാണ്. ഫക്കീർ, ഫാത്തിമ, സഫറുള്ള, ഫാൻ, പ്രൊഫസർ, ഫീസ്, ഫൈൻ, ഇങ്ങനെയുള്ള വാക്കുകൾ. പ്രൊഫസറുടെ ഓഫീസിൽ പോയി ഫീസ് കൊടുക്കാം എന്ന് വിചാരിച്ചു, പക്ഷേ ഫൈനും കൂടെ വേണം എന്ന് അവിടെ എയോ പറയുകയാണ്. ഫൈനും ഫീസും ഒക്കെ സംഘടിപ്പിച്ച് ഓഫീസിൽ പിന്നെയും ചെന്നപ്പോൾ എന്ത് പറ്റി? അവിടെ ഓഫീസ് തുറന്നിട്ടുണ്ട്, ഫാനൊക്കെ കറങ്ങുന്നുണ്ട്, പക്ഷേ ആരുമില്ല, ഫീസ് സ്വീകരിക്കാൻ ആരുമില്ല എന്ന് നമ്മൾ പറയുമ്പോൾ ഫ ഫ ഫ ഫ ഫ ഫ എന്നാണ് ഉച്ചരിക്കുന്നത്, അല്ലേ? ഫ ഫ ഫ ഫ. എൻ്റെ താഴത്തെ ചുണ്ട് മേൽവരി പല്ലിൻ്റെ അടുക്കൽ വന്ന് നിൽക്കുന്നു, എന്നിട്ട് തമ്മിലുള്ള വിടവിൽ കൂടി വായു പുറത്തേക്ക് വരുന്നു. അങ്ങനെയാണ് നമ്മൾ ഫ ഉച്ചരിക്കുന്നത്. ഫിലിപ്പോസിൻ്റെ ഫലിതം എന്ന് ഞാനൊരു ലേഖനം എഴുതിയിട്ടുണ്ട്. ഫിലിപ്പോസ് എന്ന് പറയുന്നത് വൈദേശികമായ ഒരു പദമാണ്, വിദേശ ഭാഷയിൽ നിന്ന് വന്നതാണ് ഫിലിപ്പോസ്. ഫലിതം എന്നുള്ളതോ സംസ്കൃതത്തിൽ നിന്ന് വന്നതാണ്. ഫിലിപ്പോസിൻ്റെ ഫലിതം എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. പക്ഷേ ഈ കാര്യം നമ്മുടെ അധ്യാപകർ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഫണിതൻ ഫണതൽപ്പമേറി നിന്ന് അംഗ അണിനൃത്തങ്ങൾ തുടങ്ങി ഭംഗിയോടെ എന്ന് ശ്രീകൃഷ്ണചരിതം മണിപ്രവാളത്തിൽ നമുക്ക് വായിക്കാം. ഇത് പക്ഷേ ഫണിതൻ ഫണതൽപ്പമേറി നിന്ന് എന്ന് ചൊല്ലിയാലോ പരമഹാസ്യമായിട്ട് തീരും. ഫണി എന്ന് പറഞ്ഞാൽ ഫണം ഉള്ള പാമ്പ് എന്നാണ് അർത്ഥം. കാളിയൻ്റെ ഫണത്തിൽ കയറി നിന്ന് ഭഗവാൻ കൃഷ്ണൻ നൃത്തം ചെയ്തു എന്നാണ്. അതാണ് കവി എഴുതുന്നത്. ഫണിതൻ ഫണതൽപ്പമേറി നിന്ന്. ഇത് ഫണിതൻ ഫണതൽപ്പമേറി നിന്ന് എന്ന് വായിച്ചാൽ, എന്ന് പാടിയാൽ നല്ല ഫൺ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെയുള്ള തമാശകൾ പലതും ഉണ്ട്. ഒരെണ്ണം കൂടെ പറഞ്ഞിട്ട് ഞാനിത് അവസാനിപ്പിക്കുക. കുട്ടി ക്ലാസ്സിൽ പഠിച്ചു വന്ന പാഠമൊക്കെ വീട്ടിൽ ഇരുന്ന് റിവൈസ് ചെയ്യുകയായിരുന്നു, വീണ്ടും വീണ്ടും പറഞ്ഞ്. അപ്പോൾ കുട്ടി സ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. വിഷം 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 എന്നാണ് പറയുക, വിഷം എന്നുള്ളതിന്. കഷായം എന്നുള്ളതിന് കസായം 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 എന്ന്. അപ്പോൾ സാരി സാരി സരമ എന്നൊക്കെ പറയുന്നു. ഇവനാകെ കൂടി സാ മാത്രമേ ഉള്ളൂ. ഷായും ഷായും സായും വേർതിരിച്ച് പറയുന്നില്ല. അപ്പോൾ അച്ഛനിത് കേട്ടിട്ട് പറഞ്ഞു, എടാ ഇങ്ങനെയല്ല, ഒന്ന് സ മറ്റേത് ഷാ, ഇനിയുള്ളത് ഷായാണ്, ഇതൊക്കെ വേറെ ആയിട്ട് പറ. സ സ സ ഷാ ഷാ ഷ ഷ ഷ ഷ. അപ്പോൾ കുട്ടി പറഞ്ഞു, അച്ഛാ പക്ഷേ സാറിൻ്റെ സായും 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 എല്ലാം സാ തന്നെയാണ് എന്ന് പറഞ്ഞു. ഇന്നത്തേക്ക് ഇത് മതി. ഇനി നമുക്ക് അടുത്ത ഭാഗത്തിൽ വേറെ പല രസമുള്ള സ്വനങ്ങളും കൂടെ പഠിക്കാം. നമസ്കാരം.